ഗുണ്ടെന്ന് പറഞ്ഞ പടക്കം അതൊരു ഡേഞ്ചറുമാണ്. പൊട്ടി ഇങ്ങനെ വന്ന സീൻ എടുത്തിട്ട് അവിടെ ഹാപ്പി വിഷു എന്ന് പറഞ്ഞ എഴുതി കാണിക്കാം എന്നുള്ളത് പ്ലാൻ. അതിന് തീ കൊളുത്താൻ ശ്രമിച്ചപ്പോ ഇത് പൊട്ടിയെന്നുള്ള ധാരണയിൽ ഞാൻ തിരിച്ചോടുകയും ചെയ്ത്. അന്ന് ഞാൻ സ്ലിപ്പറായിട്ട് അയച്ചത്. ആ സ്ലിപ്പറിന്റെ അറ്റം മടങ്ങി സ്ലാബും റോഡും കൂടി ചേരുന്ന ഭാഗത്ത് വീഴുകയാണ് ചെയ്തത്. ആ വീഴ്ചയില് ശരിക്കും എനിക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഞാൻ മരിച്ചു, പൊളിഞ്ഞ് നഖം പൊളിഞ്ഞ് വിരല് പൊളിയോ എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നത്. പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും ആരും എന്നെ എടുക്കാൻ വന്നില്ല. എന്റെ മകൻ ഒഴിച്ച് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകനാണ് ഓടി വന്നത്. മാനസികമായിട്ട് എന്നെ ഒരുപാട് ഹർട്ട് ചെയ്തൊരു, ഇപ്പൊ തന്നെ എനിക്ക് അത് പറയുമ്പോൾ സങ്കടം വരും. എന്നോട് ആൾക്കാർ കാണിക്കുന്ന ഒരു ക്രൂരതയായിരുന്നു. കമന്റ് ചെയ്തിട്ടുണ്ട്. ഓരോ വിഷു വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ദീപാവലി വരുമ്പോഴും ഞാൻ എന്റെ ഫോൺ ഓഫ് ചെയ്യും. അതിലെല്ലാം ഉപരി എന്നെ വിഷമിപ്പിച്ചത് എന്റെ മകനുണ്ടായ ബുദ്ധിമുട്ടാണ്. അവനെ കൂട്ടുകാരി കളിയാക്കുവായിരുന്നു. ഇത് പറഞ്ഞു അവസാനം അവനെ കൗൺസിലിങ്ങിനും കൊണ്ടുപോകേണ്ടി വന്നു. നല്ലോണം പഠിക്കണ കൊച്ചായിരുന്നു. കൊച്ചി വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് പോയി, പുറത്തോട്ട് ഇറങ്ങാതെയായി. അങ്ങനത്തെ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടൊക്കെ അവനുണ്ടാവും.